മുഖ്യമന്ത്രിയാകുന്നതിന് മുന്നോടിയായിട്ട് മേനോൻ തന്റെ ഔദ്യോഗിക വാഹനം കടന്നു പോകുന്ന സന്ദർഭത്തിൽ പൊതുജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുക എന്നതിനെ സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഓർക്കണം. ചില പൂക്കിത്തരങ്ങളൊക്കെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മേനോൻ ഈ നാട്ടിലെ ആൾക്കാരുടെ കയ്യടിക്ക് വേണ്ടി അടിച്ച ആ പൂക്കി ഡയലോഗ് ഒന്ന് കേട്ടെ. വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാത്ത് എന്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുകയാണെങ്കില, നിങ്ങൾ ആരെങ്കിലും കിടക്കുകയാണെങ്കില 5 മിനിറ്റൊക്കെ ആവാം, അരമണിക്കൂറായില്ല, 1 മണിക്കൂറായില്ല, എവിടെയൊക്കെ പോകേണ്ട ആളില്ല, ഇതൊന്നും വേണ്ടെന്ന് പറയും. അത് ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അകത്ത് ഒരു കാറിലിരിക്കുന്ന അത്യാവശ്യത്തിന് പോകേണ്ട ഒരാളായി ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പൊ ഞാൻ എടുത്ത തീരുമാനമാണത്. ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പൊ ഞാൻ എടുത്ത തീരുമാനം കേട്ടല്ലോ. നമ്മൾ എണീറ്റ് നിന്ന് ഇങ്ങനെ കൈയടിച്ചു. വേറെ ലെവൽ മുഖ്യമന്ത്രി. ഞാൻ പോകുമ്പോ ആരെയും വഴി തടയണ്ട, ഞാൻ അവരിലെ ഒരാളായിട്ട് നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊന്നും പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? പൊതുജനങ്ങളെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. ആരായിരുന്നാലും രോമാഞ്ചിഫിക്കേഷൻ വന്നു പോകും. അത്ര സിംപ്ലിസിറ്റി ഉള്ള വാക്കുകൾ. ഇനി നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാം. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് വാക്കുകൊണ്ട് ആൾക്കാരുടെ മുന്നിലേക്ക് പ്രലോഭനങ്ങൾ വാരി വിതറുന്നതാണ് കേട്ടത്. ഇനി റിയാലിറ്റി കാഴ്ച ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് വേണ്ടി ജനങ്ങളെ വഴിയിൽ തടഞ്ഞ് പോലീസ്. മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ വാഹനങ്ങളെയും വഴിയാത്രക്കാരെയും തടഞ്ഞു നിർത്തിയാണ് പോലീസിന്റെ ഗതാഗത ക്രമീകരണം. അധികാരം ഏറ്റെടുക്കും മുമ്പ് വി ഡി സതീശൻ പറഞ്ഞതാണ് ജനം സതീശന്റെ പ്രഖ്യാപനങ്ങൾക്ക് കൈയടിച്ചു. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ റോഡുകളിൽ സംഭവിക്കുന്നത് എന്താണ്? ബാർ കൌൺസിലിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ കോടതിയിലെത്തിയ ദൃശ്യങ്ങളാണത്. മുഖ്യമന്ത്രി വഞ്ചിയൂർ ജംഗ്ഷനിൽ എത്തുന്നതിനും വളരെ മുമ്പേ വാഹനങ്ങൾ തടഞ്ഞു, വഴിയാത്രക്കാരെയും തടയാൻ ശ്രമിച്ചു. കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രി തിരികെ പോയപ്പോഴും കാഴ്ചകൾ സമാനം. മുഖ്യമന്ത്രിയുടെ തലസ്ഥാന നഗരത്തിലെ യാത്രകൾ ഇപ്പോൾ ഇത്തരത്തിലാണ് പോലീസ് ക്രമീകരിക്കുന്നത്. എങ്ങനെയുണ്ട്? നാട് നീളെ കടന്നു പോകുന്ന വഴിയിലെല്ലാം ജനങ്ങളെ തടഞ്ഞു നിർത്തി തമ്പ്രാൻ കടന്നു പോകുന്ന മാതൃകയിലാണ് മുഖ്യമന്ത്രി നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കള്ളാടി ദുരന്തമുണ്ടായ പ്രദേശത്തേക്ക് മുഖ്യമന്ത്രി സന്ദർശിക്കാൻ എത്തുന്നതിന് മുന്നോടിയായിട്ട് തമ്പ്രാൻ വരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കൈക്കുഞ്ഞുമായിട്ട് ആശുപത്രിയിലേക്ക് പോകാൻ വന്ന ഒരു കുടുംബത്തിനുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി അറിയണം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിരുന്നു. അവർ എന്താണ് തമ്പ്രാൻ മുഖ്യമന്ത്രി വരുമ്പോൾ നേരിട്ട ദുരനുഭവമെന്ന് ഷാഫി പറമ്പിലിനോട് പറയുന്നത് ഒന്ന് കേട്ടെ. നിങ്ങൾക്ക് ജീവിത അനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. അതിനെക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരാണ്. അല്ല, ഇവർക്ക് വണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറ്? ഇതുവരെ എല്ലാവരും കടത്തിവിട്ട് വരെ ഇപ്പൊ CM വരുന്നുണ്ടാണ് ഇവര് ബ്ലോക്ക്. കാരണം അവിടെ മണ്ണ് റോഡ് ഓപ്പൺ ആണ് അവിടെ. ഞങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിയ കുട്ടികളെ കരയാൻ തുടങ്ങിയത് എന്ത് ചെയ്യാൻ നിങ്ങൾ പറയും? ഇതുവരെ ഞാൻ വിളിച്ചപ്പോ രാവിലെ പോലും ഇതുവരെ ഒരു വണ്ടി വിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അല്ലെങ്കിൽ മൊത്തം ബ്ലോക്ക് ചെയ്യാം. നമ്മൾ ടാക്സി ഡ്രൈവർ നമുക്ക് എവിടെ പൈസ റൂം എടുത്തിട്ടാണ്. കേട്ടല്ലോ. ഇതെല്ലാം കൂടി കേട്ടതിന് ശേഷം ഇനി നിങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളെ കോരിത്തരിപ്പിച്ച ആ വാചകം ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കും. എന്താണ് വാക്ക്, എന്താണ് പ്രവൃത്തി എന്ന് നിങ്ങൾക്കൊന്ന് സ്വന്തം കണ്ണും കാതും കൊണ്ടൊന്ന് അനുഭവിച്ചറിയാം. വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാത്ത് എന്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുകയാണെങ്കില, നിങ്ങൾ ആരെങ്കിലും കിടക്കുകയാണെങ്കില 5 മിനിറ്റൊക്കെ ആവാം, അരമണിക്കൂറായില്ല, 1 മണിക്കൂറായില്ല, എവിടെയൊക്കെ പോകേണ്ട ആളില്ല, ഇതൊന്നും വേണ്ടെന്ന് പറയും. അത് ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അകത്ത് ഒരു കാറിലിരിക്കുന്ന അത്യാവശ്യത്തിന് പോകേണ്ട ഒരാളായി ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പൊ ഞാൻ എടുത്ത തീരുമാനമാണത്. ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പൊ ഞാൻ എടുത്ത തീരുമാനം. എങ്ങനെയുണ്ട് വിസ്മയം? വാക്കുകൊണ്ട് വാചക കസർത്ത് നടത്തിയതിനു ശേഷം എന്താണ് പ്രവൃത്തി എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്ത ഒരു തെറ്റിന് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു.
ഇന്നലകളിൽ ഉണ്ടായ സംഭവവികാസങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം അത് ഉപയോഗപ്പെടുത്തി വാക്കുകൊണ്ട് ആൾക്കാരുടെ മുന്നിൽ സംഭവ ബഹുലമാകാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഓൾട്രേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷനിൽ നിങ്ങൾ കണ്ടു. വാക്കുകൊണ്ടും ചുണ്ട് കടിച്ച പൂക്കിത്തരം കൊണ്ടും നിങ്ങളടുത്ത് വാക്കല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞവർക്ക് 1.5 മാസത്തിനിടയിൽ ഖജനാവിലേക്ക് 4 കോടി രൂപയാണ് ചുളുവിൽ നിങ്ങളിൽ നിന്ന് ഊറ്റിയെടുത്തത്. ഇതുപോലെ തന്നെ പ്രിയദർശിനി സൗജന്യ യാത്ര, നിങ്ങൾക്ക് അമ്പലങ്ങളിൽ പോകാം, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണോ പോകാം, അങ്ങ് ബാംഗ്ലൂരിൽ വരെ പോകാം. ഒടുവിൽ അത് ലോക്കൽ ബസ്സിൽ മാത്രമാക്കി വിസ്മയം കാട്ടി. ക്ഷേമ പെൻഷൻ അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ തുക പറയില്ല, പക്ഷേ 2000 എന്നുള്ളത് ഞങ്ങൾ കൂട്ടിക്കൊടുക്കും. ഇതുവരെയെങ്കിലും പൂക്കി കൂട്ടിത്തന്നു. എന്തിനേറെ പറയുന്നു, നിങ്ങളെ രാഖി രാമാനം ഇപ്പോ ഇരുട്ടത്ത് കറണ്ടില്ലാതെ കിടത്താൻ വരെ പൂക്കി പഠിപ്പിച്ചു. അങ്ങനെ വാക്കൊന്ന് പ്രവൃത്തിയൊന്ന് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. അധികാരത്തിലേറിയാൽ തന്റെ വാഹനങ്ങൾ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് നാക്കുകൊണ്ട് ഡയലോഗ് അടിച്ചതിന് ശേഷം ഒടുവിൽ മാധ്യമങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അഭിനന്ദനം.